ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ റെസിപ്പി ഒരു കൂട്ടുകറിയാണ്. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി ചെയ്യേണ്ടത് ഹാഫ് കപ്പ് കടല 6 മണിക്കൂറെങ്കിലും കുതിർത്തതിന് ശേഷം അതെടുത്ത് കഴുകി വൃത്തിയാക്കി ലേശം മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. ചേന അരിഞ്ഞതും ഏത്തയ്ക്ക അരിഞ്ഞതും 1/4 കപ്പ് വീതം ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പിലയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഹൈ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. പിന്നെ ചെയ്യേണ്ടത് ഒരു പാത്രം അടുപ്പത്തിലേക്ക് വയ്ക്കുക. അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക, 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, പിന്നെ 1/4 ടീസ്പൂൺ ജീരകം, അതുപോലെ കറിവേപ്പില, ചുവന്ന മുളക് ഇട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിക്കുക. ഈ മൂത്ത് വന്നതിലേക്ക് 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതുപോലെ ഫ്ലെയിം ലോ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇതിൽ നിന്ന് 1/4 ഭാഗം മാറ്റി വെച്ചതിന് ശേഷം ബാക്കി നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം. ഇപ്പോൾ ചേനയും ഏത്തയ്ക്കയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ കൂട്ടിലേക്ക് വെന്ത് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുത്തതിന് ശേഷം തേങ്ങയുടെ ഗ്രേവിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കുക. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, അത് നോക്കിയിട്ട് മാത്രം ചെയ്യുക. അതായത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കുക. നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ മൂപ്പിച്ചതും മുളകും ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല രുചികരമായ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.